സാവരിയ ബസന്ത്. സിനിജി ഈ 2-3 ദിവസത്തിനിടയ്ക്ക് എവിടെയെങ്കിലും സാവരിയ ബസന്തിനെ കുറിച്ച് കേട്ടായിരുന്നോ? ആളുകൾ മറന്നു. നമ്മൾ പക്ഷെ മറക്കുന്നില്ല. കാരണം ഇത് മറ്റേതെങ്കിലും ഒരു സമുദായത്തിലെ പെൺകുട്ടിയായിരുന്നെങ്കിൽ ചാനലുകൾ അന്തിച്ചർച്ച നടത്തിയേനെ, അല്ലെങ്കിൽ എന്തെല്ലാം ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. നമ്മൾ മതത്തെ ഒന്നും ഇവിടെ പറയുന്നില്ല, ജാതി മതം ഒന്നും പറയുന്നില്ല. പക്ഷേ സാവരിയയ്ക്ക് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ആരുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഹരിപ്പാടാണ് സാവരിയ. രമേശ് ചെന്നിത്തലയാണ് അവിടുത്തെ MLA, ഇപ്പൊ ആഭ്യന്തരമന്ത്രിയും കൂടിയാണ്. രമേശ് ചെന്നിത്തല വീടൊക്കെ സന്ദർശിച്ചു. ഈ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുമെന്നാണ് പറയുന്നത്. ഉസ്ബെക്കിസ്ഥാനിൽ നടന്ന ഒരു സംഭവത്തിന് ക്രൈംബ്രാഞ്ചിന് എന്താ കാര്യം എന്ന് ചോദിക്കുന്ന അവസ്ഥ. ക്രൈംബ്രാഞ്ചിൽ ഉസ്ബെക്കിസ്ഥാനിൽ പോയി അന്വേഷിക്കാനുള്ള അധികാരമുണ്ടോ? സത്യത്തിൽ രമേശ് ചെന്നിത്തല കുടുംബത്തെ പറ്റിക്കുകയാണോ? ഈ ധർമ്മം, സംസ്കാരം, പൈതൃകം എന്നിവയൊക്കെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ് സാവരിയ ബസന്ത് കൊല്ലപ്പെട്ടത്. അതായത് അവളുടെ ഐഡന്റിറ്റി മാറണമെന്ന് കാമുകൻ ആവശ്യപ്പെടുന്നു. ഉസ്ബെക്കിസ്ഥാൻ പോലെയുള്ള ഒരു സ്ഥലത്ത് മലയാളികൾ തമ്മിൽ നല്ല ആത്മബന്ധമായിരിക്കും. കാരണം വേറെ ആളുകൾ ആരുമില്ല, ബന്ധുക്കളില്ല, ഉറ്റവരില്ല, ഉടയവരില്ല. അങ്ങനെയുള്ള ഒരു ബന്ധം ചിലപ്പോൾ അത് ഇഷ്ടമായിട്ടോ പ്രണയമായിട്ടോ ഒക്കെ മാറാം. പ്രണയം എന്ന് പറയുന്നത് മറ്റൊരു മതത്തിലേക്ക് മാറിയിട്ട്, അല്ലെ തൻ്റെ സംസ്കാരത്തിൽ നിന്നും തൻ്റെ ഇതുവരെ ശീലിച്ച ആചാരത്തിൽ നിന്നും മാറിയിട്ടുള്ളതാണ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഒരു പെൺകുട്ടിക്കോ ആൺകുട്ടിക്കോ അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെ സാവരിയ ബസന്തിൽ ഇത് തന്നെയാണ് സംഭവിച്ചത്. സാവരിയ ബസന്ത് കൊല്ലപ്പെട്ടു. ഉസ്ബെക്കിസ്ഥാനിൽ വെച്ചാണ് കൊല്ലപ്പെട്ടത്. അവരുടെ ബന്ധുക്കളെല്ലാം പറഞ്ഞു ഇതേക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണം. ഈ ഉസ്ബെക്കിസ്ഥാനിൽ മതം മാറ്റ ലോബി പ്രവർത്തിക്കുന്നുണ്ട്. ഇവരുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾ തന്നെ പറയുന്നു അങ്ങനെ ഒരു ലോബിയുണ്ട്. അപ്പോൾ ഈ സാവരിയയുടെ മൃതദേഹം ഏറ്റുവാങ്ങാൻ ഒരു ബന്ധു അവിടെ ചെന്നപ്പോൾ തന്നെ ഉസ്ബെക്കിസ്ഥാനിലെ ചില ആളുകൾ വന്നിട്ട് പറഞ്ഞു നിങ്ങൾ കേസുമായിട്ട് മുന്നോട്ട് പോകരുത്, നിങ്ങൾ ഇത് ഇവിടെ വെച്ച് കോംപ്രമൈസ് ചെയ്ത് പോകണം. അതെന്തിനാണ് പറയുന്നത്? അപ്പോൾ അവിടുത്തെ തദ്ദേശീയമായ ചില ആളുകൾക്ക് ഈ മതമാറ്റ മാഫിയയുമായിട്ട് ബന്ധമുണ്ട്. തദ്ദേശീയരായ ആളുകൾ ഇത്തരത്തിൽ കേരളത്തിൽ നിന്ന് വരുന്ന ഉൾപ്പെടെയുള്ള ആൾക്കാരെ ഉപയോഗിച്ചുകൊണ്ട് അവിടുത്തെ പെൺകുട്ടികളെ മതം മാറ്റാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ പ്രേമത്തിൻ്റെ വലയിൽ കുരുക്കിയിട്ട് മതം മാറ്റുക ചെയ്യുന്നത്. ഇവിടെ ഈ പെൺകുട്ടിയുടെ വീട് ഹരിപ്പാടാണ്. അവിടുത്തെ MLA ഈ പറയുന്ന പോലെ രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം അവിടെ ചെന്നു തൻ്റെ അനുശോചനമൊക്കെ അറിയിച്ചു. എന്നിട്ട് പറഞ്ഞു ക്രൈംബ്രാഞ്ചിനെ കേസ് അന്വേഷണം ഏൽപ്പിച്ചു. പക്ഷേ ഈ ക്രൈംബ്രാഞ്ച് എങ്ങനെയാണ് ഉസ്ബെക്കിസ്ഥാനിൽ പോയി അന്വേഷിക്കുന്നത്? അത്തരമൊരു അന്വേഷണം ശരിയായ ദിശയിൽ നടക്കുമോ? ഇനി ഇവർക്ക് അന്വേഷണം നടക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഇത് ഈ NIA പോലെയുള്ള സംഘം അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെടുമെങ്കിലും ചെയ്യാം. എന്തുകൊണ്ടാണ് കേരളം ആവശ്യപ്പെടാത്തത്? മാത്രമല്ല ഈ ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റി ഉണ്ടല്ലോ, ഈ യൂണിവേഴ്സിറ്റിയിൽ പാണക്കാട് റഷീദ് അലി തങ്ങൾ എന്ന് പറയുന്ന ഒരു പാണക്കാട് കുടുംബാംഗത്തിൻ്റെ ചിത്രമൊക്കെ വെച്ചിട്ട് പരസ്യം ചെയ്യുന്നുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ മന്ത്രിമാരായ കുഞ്ഞാലിക്കുട്ടി, അദ്ദേഹം മുസ്ലിം ലീഗിന്റെ മുതിർന്ന മന്ത്രിയല്ലേ, ഇവരാരും മിണ്ടുന്നില്ല. മതമാണ് പ്രശ്നം. അപ്പൊ അവർക്ക് മിണ്ടാൻ പറ്റില്ല. അപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉണ്ടല്ലോ VD സതീശൻ, എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് ഒരു അഭിപ്രായം പറയുന്നത്? അത് പാണക്കാട് പോയി അദ്ദേഹം കുമ്പിട്ടിട്ടല്ലേ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദം കിട്ടിയത്, മിണ്ടാൻ കഴിയില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ പഠിക്കാൻ വിദേശ രാജ്യത്തേക്ക് അയക്കുന്നു. വിദേശ രാജ്യത്ത് വെച്ച് ക്രൂരമായി കൊല്ലപ്പെടുന്നു. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥ പറഞ്ഞത് ഈ പെൺകുട്ടിയെ ഇത്രയധികം ക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ അതുകൊണ്ട് ഇതിൻ്റെ തുടർ നടപടി സ്വീകരിക്കണമെന്നാണ്. അങ്ങനെയാണ് ഇവിടേക്ക് വന്നപ്പോൾ റീപോസ്റ്റ്മോർട്ടം ആവശ്യപ്പെട്ടത്. ആലപ്പുഴയിലെ വിദഗ്ധരായ ഡോക്ടർമാർ ചേർന്ന് റീപോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ പറയുന്നത് ആ പെൺകുട്ടിയുടെ പാദം മുതൽ തല വരെ ക്രൂരമായിട്ട് ചതച്ചു വെച്ചിരിക്കുകയാണ്. നെഞ്ചത്ത് ബൂട്ടിട്ട് ചവിട്ടിയതിൻ്റെ പാടുകളുണ്ട്. ആന്ധ്രാവയവങ്ങളൊക്കെ എടുത്ത് എംബാം ചെയ്യാനായിട്ട് എടുത്ത് പരിശോധിച്ച സമയത്തും ആന്ധ്രാവയവങ്ങൾക്ക് പോലും പരിക്കേറ്റിട്ടുണ്ട്. അപ്പോൾ എത്ര ക്രൂരമായ മർദ്ദനം! തലച്ചോറിൽ രക്തം കട്ട പിടിക്കുന്ന അവസ്ഥ വരെ ഉണ്ടായി. 2 മാരകമായ മുറിവുകൾ അല്ലെങ്കിൽ ചതവുകളാണ് ഈ കുട്ടിയുടെ മരണത്തിന് കാരണം. അപ്പോൾ കുറേ കാലമായി ഈ മർദ്ദനം തുടർന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തുകൊണ്ടാണ് ഇക്കാലം അത്രയും ഇവരുടെ കൂട്ടുകാരികൾ ഈ വിവരം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെയോ അല്ലെ ബന്ധുക്കളെയോ ഒന്നും അറിയിക്കാതിരുന്നത്? അപ്പോൾ ആരെയോ അവർ ഭയക്കുന്നുണ്ടെന്നൊരു അർത്ഥമില്ലേ? അപ്പോൾ മതം മാറ്റ മാഫിയ വളരെ ശക്തമായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പിടിമുറുക്കുന്നു. അതിൽ ഈ മലയാളി വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നു. ഈ വിവരങ്ങൾ ആരെങ്കിലും പുറത്തേക്ക് പറഞ്ഞാൽ അവരെ അവിടെ വെച്ച് തീർത്ത് കളയും, അല്ലെങ്കിൽ അവരെ ഇല്ലാതാക്കും. ഇനി അതിന് ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഈ സാവരിയ ബസന്ത്. എന്താ പറയുന്നത്? ലാപ്ടോപ്പ് എടുത്ത് വെച്ച് തലക്കടിച്ചു. ഒരാൾ തമ്മിൽ 2 പേർ തമ്മിൽ പ്രകോപനം ഉണ്ടായാൽ ലാപ്ടോപ്പ് എടുത്ത് വെച്ച് തലക്കടിക്കുമോ? അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇത് കുറേ നാളായി ചെയ്യുന്ന ക്രൂരകൃത്യത്തിൻ്റെ ഒടുവിൽ നടന്ന ഒരു സംഭവമായിട്ട് മാത്രമേ കാണാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ ഈ പാണക്കാട് കുടുംബത്തിന് മേൽ ആരോപണം ഉണ്ടായെങ്കിൽ മുസ്ലിം ലീഗ് എന്താണ് മറുപടി പറയാത്തത്? കേരളത്തിലെ മുഖ്യമന്ത്രി എന്താ നിലപാടെടുക്കാത്തത്? വേണ്ട, ഇവിടെ പ്രതിപക്ഷത്തുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടല്ലോ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണ് ഇതേക്കുറിച്ച് ഒന്നും ഒരു പ്രതിഷേധമോ പ്രക്ഷോഭമോ ഒന്നും സംഘടിപ്പിക്കാത്തത്? ആകെ ഹിന്ദു ഐക്യവേദി പോലെയുള്ള ഹൈന്ദവ സംഘടനകൾ മാത്രം പ്രതിഷേധവുമായിട്ട് രംഗത്ത് വരുന്നു.
ഇതാണോ നമ്മുടെ നാട്ടിൽ നടക്കേണ്ടത്? ഇതേ നടക്കൂ. അതാണ് കേരളം. ഒരു മത തീവ്രവാദി, അവനെ സ്റ്റുഡന്റ് ഒന്നും ഞാൻ വിളിക്കില്ല, അവൻ മത തീവ്രവാദിയാണ് അവൻ. അതായത് മതം മാറ്റാനായി ലക്ഷക്കണക്കിന് പണം വാങ്ങിയിട്ട് അവൻ വരുന്ന, ഇന്ന് ഒരു സാവരിയ ബസന്ത്, ഇത് കഴിയുമ്പോൾ അവന് നാളെ മറ്റൊരാളെ കിട്ടും, അവരെ ഇതുപോലെ മതം മാറ്റും. ഇനി ഇവന്റെ കൈ കൊണ്ട് മരിക്കാൻ താല്പര്യമില്ലാത്തവർ, അല്ലെങ്കിൽ മതം മാറാൻ, അല്ലെങ്കിൽ മതം മാറാം എന്ന് താല്പര്യമുള്ളവർ അങ്ങ് മാറും, അവിടെ പ്രശ്നം തീർന്നു. ഇല്ലാത്തവരൊക്കെ ഇതുപോലെ മരണത്തിന് കീഴടങ്ങിക്കൊണ്ടിരിക്കും. ഇതിലൊരു പ്രത്യേക ഗ്യാങ് ഉണ്ട്. സിനി ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പാണക്കാട് റഷീദ് അലി തങ്ങൾ, അദ്ദേഹത്തെ ഈ IML എന്ന് പറയുന്ന ഒരു ഏജൻസിയുടെ ചെയർമാനാണ് അദ്ദേഹം. ആ ഏജൻസിയാണ് ഈ ബുക്കാറ യൂണിവേഴ്സിറ്റി, ഉസ്ബെക്കിസ്ഥാനിലെ ബുക്കാറ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന ഒരു ഏജൻസിയാണ്. അതിന്റെ ചെയർമാൻ എന്ന് പറയുന്നത് പാണക്കാട് കുടുംബത്തിലെ ഒരാളാണ്. എന്താ പാണക്കാട് കുടുംബം മിണ്ടാത്തത്? ഇവനെ ഒക്കെ രക്ഷപ്പെടുത്താൻ ഇവനെ ഇവിടെ വിചാരണയ്ക്ക് കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇവിടെ വിചാരണയ്ക്കൊക്കെ കൊണ്ടുവന്നാൽ ഇവൻ ഈസിയായി രക്ഷപ്പെടും. ഈ സാവരിയ ബസന്തിന് നീതി കിട്ടുമോ? ഇല്ല. അവിടെ കിടന്നാൽ ഒരുപക്ഷെ ഒരു 25 കൊല്ലം ഇവനെ ജയിലിൽ പിടിച്ചിടാനൊക്കെ പറ്റുമായിരിക്കാം, അറിയില്ല. അവിടുത്തെ നിയമങ്ങളൊക്കെ കർശനമാണ് എങ്കിൽ. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു അച്ഛനും അമ്മയും ഒരു കുട്ടിയെ ഒരു അന്യ നാട്ടിലേക്ക് വിടുന്നത് പണം ഉണ്ടായിട്ടല്ല, മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കിട്ടട്ടെ എന്ന് വിചാരിച്ചാണ്. ഇവിടത്തെ ഈ എൻട്രൻസ് പരീക്ഷയൊക്കെ പിള്ളേരുടെ തലയ്ക്ക് കയറ്റി അവരെ മനസമാധാനം ഇല്ലാതാക്കി സ്ട്രെസ് അനുഭവിച്ച് കുട്ടികളെ ആത്മഹത്യയിലേക്ക് നശിപ്പിച്ച് വിടുന്നതാണ് ഈ കേരളത്തിലെ വിദ്യാഭ്യാസ നയം, അല്ലെങ്കിൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ എൻട്രൻസ് എന്നൊക്കെ പറഞ്ഞിട്ട്. പിള്ളേർ പൈസ കൊടുക്കുമ്പോൾ, കുറച്ച് പൈസ കൊടുത്താൽ ഉസ്ബെക്കിസ്ഥാനിലോ ചൈനയിലോ മറ്റേതെങ്കിലും ഒക്കെ രാജ്യത്ത് പോയി അവർക്ക് പഠിക്കാം, മെഡിക്കൽ എഡ്യൂക്കേഷൻ എടുക്കാം. കുറച്ച് പൈസ അടച്ചാൽ മതി, ഡോക്ടറായിട്ട് 5 കൊല്ലം കഴിയുമ്പോൾ തിരിച്ചു വരാം. അവിടെ പോകുന്ന കുട്ടികൾ, ഈ യൂണിവേഴ്സിറ്റിയുടെ ഒരു ലേബൽ തന്നെ എന്താണ്? ഇസ്ലാമിക അന്തരീക്ഷത്തിൽ പഠിക്കാം. ഇസ്ലാമിക അന്തരീക്ഷം എന്ന് പറയുന്നത് എന്താണ്? ആണും പെണ്ണും തമ്മിൽ സംസാരിക്കാൻ പാടില്ല, മിണ്ടാൻ പാടില്ല, ആണിന്റെ അടുത്തേക്ക് പെണ്ണ് വരാൻ പാടില്ല, കണ്ണുവരെ ഭക്ഷണം കണ്ണുവരെ മൂടിക്കെട്ട്, അതൊക്കെയാണ് ഇസ്ലാമിലെ രീതികൾ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ഇസ്ലാമിക അന്തരീക്ഷമല്ല ഉസ്ബെക്കിസ്ഥാനിലെ യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടായിരുന്നത്. ആണും പെണ്ണും ഇടപഴകി അങ്ങ് പഠിക്കാം, എന്ത് കാണിക്കുക എന്നുള്ളതാണ്. അതായത് ഇങ്ങനെ ഇടപഴകി പഠിക്കുമ്പോൾ മതം മാറ്റാൻ എളുപ്പമാണ്. എത്രത്തോളം മതം മാറ്റാൻ, പ്രത്യേകിച്ച് ഹിന്ദു പെൺകുട്ടികളെ, ക്രിസ്ത്യൻ ഹിന്ദു പെൺകുട്ടികളെ മതം മാറ്റലാണല്ലോ ഇവരുടെ ജോലി എന്ന് പറയുന്നത്. അപ്പൊ മാക്സിമം മതം മാറ്റി ഇങ്ങ് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പൊ ഈ അടുത്ത കാലത്ത് ഒരു സ്ത്രീ ഫേസ്ബുക്കിൽ എഴുതിയത് ഞാൻ വായിച്ചതാണ്, അവരുടെ പേര് എനിക്ക് ഓർമ്മയില്ല, ഞാൻ വായിച്ചതാണ്. അവർ പറയുന്നത് അവർ പഠിച്ചത് ഒരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജിലാണ്. അപ്പൊ ഈ ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജിൽ പഠിച്ചപ്പോൾ രാവിലെ എന്നും കുർബാനയ്ക്കോ എന്തോ അവരുടെ ഒരു പ്രാർത്ഥനയുണ്ട്, അതിനെന്നും പോണം, നിർബന്ധമാണ്. ക്ലാസ് പോയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പോണം. പോവാത്തവരെ പണിഷ്മെന്റ് ചെയ്യും. അപ്പോ ഈ അവിടെ ചെല്ലുമ്പോ നമ്മളെ വിശ്വസിച്ച്, ഇപ്പൊ ഹിന്ദു ആയവര്, ഞാൻ എന്റെ മതത്തിൽ ഞാൻ അങ്ങ് വിശ്വസിച്ച്, ഇപ്പൊ എല്ലാവരും അങ്ങനെ വിശ്വസിക്കണമെന്നില്ല, ഞാൻ എന്റെ മതത്തിൽ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ എന്റെ മതത്തെ വിശ്വസിക്കാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഹിന്ദു മതത്തിൽ ഇത്ര ദൈവങ്ങളുണ്ട്, അവർക്ക് അവരുടെ രീതി ഇങ്ങനെയാണ്, അങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇങ്ങനെയാണ്, ആ മതത്തെ വിശ്വസിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ പ്രസംഗിക്കുന്നത്. അപ്പോൾ ഇത് കേട്ടിട്ട് നമ്മുടെ പണം കൊടുത്ത് നമ്മളൊരു ക്രിസ്ത്യൻ മാനേജ്മെന്റിന്റെ കോളേജിൽ പഠിക്കുന്നു, എന്നിട്ട് നമ്മളെ മതത്തെ തന്നെ അവിടെ ചെന്നിരുന്ന് തള്ളി പറയുന്നു. അപ്പൊ ഇത് കേട്ട് സഖി കേട്ടപ്പോ ഈ പെൺകുട്ടി ഇതിന് പോകാതെ ഇപ്പൊ ഇതിന് പണിഷ്മെന്റ് ആയി, ഇതിനെ ഒറ്റപ്പെടുത്തുന്നു, ഇതിനെ ഈ വൈവ അങ്ങനെയുള്ള സംഭവങ്ങളിൽ മാർക്ക് കുറയ്ക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയപ്പോൾ ഇത് ചോദ്യം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങുന്നത് വരെ ആ കുട്ടി അനുഭവിച്ച മാനസികമായ ബുദ്ധിമുട്ടുകളെ കുറിച്ചാണ് ആ പെൺകുട്ടി പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഹിന്ദു സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ വലിയ വിവാദമാകും, അത് വലിയ ചർച്ചയാകും, അത് അന്തിച്ചർച്ചയാകും. ഹിന്ദു അങ്ങനെ കാണിച്ചു, ക്രിസ്ത്യനെ തള്ളിപ്പറഞ്ഞു, മുസ്ലിം ഇങ്ങനെയാണെന്ന് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം നടക്കും. എനിക്ക് തോന്നുന്നില്ല. ഞാനൊക്കെ പഠിച്ചത് ഹിന്ദുക്കളുടെ കോളേജുകളിലൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കറിയില്ല എങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ളത്. അപ്പോ ഇത് പിന്നെ ഈ മുസ്ലിങ്ങൾ പറയുന്നത് എന്താണെന്ന്, ഞങ്ങൾക്ക് ഏക ദൈവമേ ഉള്ളൂ, നിങ്ങൾക്ക് 30 കോടി ദൈവങ്ങളുണ്ട്, ഇവരിൽ ആരെ വിളിച്ചാലാണ് നിങ്ങൾക്ക് രക്ഷ, ഞങ്ങളുടെ അള്ളാഹുവിനെ വിളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷ കിട്ടൂ. അള്ളാഹു എന്ന് പറഞ്ഞാൽ തന്നെ തലവെട്ടും കൈവെട്ടും കാലുവെട്ടും, അങ്ങനെയാണ് ഇവന്മാര്. എല്ലാ മതത്തിലും എല്ലാവർക്കും എല്ലാ മതത്തെ വിശ്വസിക്കാം. ഇപ്പൊ നമ്മൾ ഞാനൊക്കെ ഭീമാവള്ളി പോകുന്ന ഒരാളാണ്, അവിടെ പോയി പ്രാർത്ഥിക്കും, വെട്ടുകാട് പോവും, പിന്നെ വേളാങ്കണ്ണിയിൽ പോവും. പിന്നെ എനിക്ക് വിശ്വാസമുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ കൃപാസന മാതാവിനെ വിളിച്ചാൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ആര് തള്ളിപ്പറഞ്ഞാലും ഞാൻ വിളിക്കും. അത് നമ്മളെയൊക്കെ വിശ്വാസമാണ്. ഇവിടെ വിശ്വാസത്തിനപ്പുറം മതം മാറ്റാൻ ശ്രമിക്കുന്നു. അതായത് എന്നെ നീ കല്യാണം കഴിക്കണമെന്ന് നിനക്ക് മതം മാറണം. ഇപ്പൊ ഞാൻ എല്ലാ ടോക്കിലും പറയുന്നതാണ്. എന്റെ വീടിനടുത്ത് ഒരു ചേട്ടൻ ചേച്ചിയുണ്ട്,
കറ കളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരാണ്. ഒരു മോളേ ഉള്ളൂ, പൊന്നാരിച്ച് ലാളിച്ച് വളർത്തി ഡാൻസിലും പാട്ടിലും എല്ലാ രീതിയിലും മിടുക്കിയായ ഒരു പെൺകൊച്ച്. ഇവരൊരു ഹോട്ടലാണ് നടത്തിക്കൊണ്ടിരുന്നത്. ആ ഹോട്ടലിൽ ഇറച്ചി കൊടുക്കാൻ വേണ്ടി സപ്ലൈ ചെയ്യാൻ വരുന്ന ഒരു മുസ്ലിം ചെറുക്കൻ പ്രണയിച്ച് കെട്ടി അതിനെ കൊണ്ടുപോയി. വീട്ടുകാരായിട്ട് പോയി. ഇപ്പൊ മറ്റേ കണ്ണ് മാത്രം കാണാം, ഇതൊക്കെ ധരിച്ച് പേരൊക്കെ മാറ്റി അതിന്റെ അവരെ ജാതിയിലേക്ക് മാറ്റിയെടുത്ത് അച്ഛനും അമ്മയായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. ഒന്ന് ആലോചിച്ചോ, ഒറ്റ മകളാണുള്ളത്. അപ്പൊ ഇവിടെ ഹിന്ദുക്കൾക്ക് ഇത് സംഭവിച്ച ആരുമില്ല. ഹിന്ദു ഐക്യവേദി പറയുന്നത് സദറുൽ അനം എന്നാണ് ഈ കേസിൽ സാവരിയെ കൊന്ന ആ പെൺകുട്ടി, അവന്റെ പേര്. ഈ സദറുൽ അനത്തിന്റെ മാതാപിതാക്കളും ഈ സാവരിയെ മതം മാറ്റാൻ നിർബന്ധിച്ചു എന്നുള്ള വാർത്തയാണ് ഇപ്പൊ പുറത്തു വരുന്നത്. അപ്പൊ വീട്ടുകാരുടെ അടക്കം നിർബന്ധം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ പെൺകുട്ടി എത്രത്തോളം മാനസിക സമ്മർദ്ദം അനുഭവിച്ചു. അതുകൊണ്ട് വി ഡി സതീശൻ ഇങ്ങനെയൊക്കെ പറയുമ്പോ പെട്ടെന്ന് അവിടെ നിന്ന് വരാനൊന്നും കഴിയില്ല, പറ്റില്ല. അതാണ് പെട്ടെന്ന് വരാൻ. മാത്രമല്ല ഇത് വീട്ടുകാർ അറിയണ്ടേ, വീട്ടുകാർ അറിയുന്നില്ലല്ലോ. ഇപ്പോഴും ഇതിനെ കുറിച്ച് ഈ കുട്ടികളൊക്കെ പറയുന്നത്. കാരണം എന്താ, കുട്ടി മരിച്ചു പോയില്ല, അപ്പൊ കൂട്ടുകാരെ സത്യങ്ങളൊക്കെ പറയുന്നു. അപ്പോഴാണ് ഇവന്റെ സദറുൽ അനത്തിന്റെ ബന്ധുക്കൾ അല്ലെങ്കിൽ അവന്റെ മാതാപിതാക്കളൊക്കെ ഈ പെൺകുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിച്ചിരുന്നു. ആ പെൺകുട്ടി അതിന് വഴങ്ങുന്നില്ല. എനിക്കല്ലെങ്കിൽ ഇവനെ വേണ്ട, കല്യാണം വേണ്ടെന്നല്ലേ ഉള്ളൂ, അത് മാറ്റി വെക്കാന്ന് പറയുമ്പോൾ പറ്റില്ല. ഇവരെ ഈ പെൺകുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു. ഇപ്പൊ വി ഡി സതീശൻ സർക്കാർ നടപടി എടുക്കാത്ത എന്താണെന്നറിയോ? ജമാഅത്ത് ഇസ്ലാമിയുടെയും മുസ്ലിം ലീഗിന്റെയും വലിയ സമ്മർദ്ദം സർക്കാരിന്റെ മേലുണ്ട്. അതായത് ഈ കേസ് ഇനി വരാൻ പാടില്ല, കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ പാടില്ല. സാധാരണഗതിയിൽ ചാനലുകളിലൊക്കെ വലിയ ചർച്ചയായി മാറേണ്ട ഒരു വലിയ വിഷയത്തെ എത്ര കൃത്യമായിട്ടാണ് ഒതുക്കി തീർക്കുന്നത്, അല്ലെ? മാത്രമല്ല ഈ കേസ് CBIക്ക് വിട്ടെങ്കിൽ മാത്രമേ ഈ സദറുൽ അനവും അല്ലെ അതുമായിട്ട് ബന്ധപ്പെട്ട മതമാറ്റ ലോബിക്കെതിരെ അന്വേഷണം ഉസ്ബെക്കിസ്ഥാനിൽ നടത്താൻ പറ്റും. കേന്ദ്രത്തേക്ക് സമീപിക്കണം. കേരള സർക്കാർ എന്തായാലും സഹായിക്കില്ല. ഇത് CBIക്ക് വിടാൻ കേന്ദ്രത്തിനെ കാണുകയോ അല്ലെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കണ്ട് ഒരു അപേക്ഷ നൽകുകയോ ഒക്കെ ചെയ്യേണ്ടതാണ് ഈ കാര്യത്തിൽ ഉചിതമെന്ന് തോന്നുന്നു. അതെ, അങ്ങനെ സദറുൽ അനത്തിനെ കൂട്ടണമെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്തേ പറ്റുള്ളൂ. CBI ഹിന്ദു ഐക്യവേദി കൂടി ആ വീട്ടുകാരോടൊപ്പം നിൽക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്.